കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിയയുടെ സെൽറ്റോസ് ആണ്. വണ്ടി പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ XTX+, ടെക്ലൈനിൽ XTX+ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്ന വണ്ടിയാണ്. നല്ല തന്നെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. കാര്യമായിട്ട് ഓട്ടോ ഒന്നുമില്ല, ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഡീസൽ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടുന്നൊന്നുമില്ല. 40,000 കിലോമീറ്റർ, കറക്റ്റ് കിലോമീറ്റർ മീറ്റർ ആണെങ്കിൽ കാണിച്ചുതരാം. അപ്പോൾ അത്രയും കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓട്ടോമാറ്റിക് കിയ സെൽറ്റോസ് ഡീസൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് നമുക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കുന്നേക്കാൻ മുമ്പ് തന്നെ വണ്ടി ഒന്ന് ഫുൾ കണ്ടുതരാം. ഇന്ത്യസ് XTS എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. എവിടെയൊക്കെ എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കിയ സെൽറ്റോസ് ക്രെറ്റ, ഇത് ഡൗട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും സെൽറ്റോസാണ് കുറച്ചുകൂടി ഫീച്ചർ റിച്ച് ആയിട്ട് വന്നേക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഇതിനകത്ത് ഒട്ടനവധി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, അങ്ങനെ സംഭവങ്ങളെല്ലാം കയറി വരുന്നുണ്ട്. അപ്പോൾ വാഹനം ഫുൾ കണ്ടുതരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കഴിയുമ്പോൾ സംസാരിക്കാം. അങ്ങനെ നമ്മൾ ഒരു സെൽറ്റോസ് ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സെൽറ്റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്. പിന്നെ സെൽറ്റോസ് വാഹനം ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു സെൽറ്റോസ് എത്തിച്ചിരിക്കുകയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കിടക്കണം. എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വണ്ടി. ഇതിനകത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇനി വണ്ടികളില്ല. കാരണം നമുക്ക് ഏത് രീതിയിൽ നോക്കിയാലും ടെക്ലൈനാണ്, അതോട് പറയണം, ഇതല്ല GT അല്ല, ടെക്ലൈനിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് ഒരു രീതിയിലുള്ളൊരു കോംപ്രമൈസും ഇല്ലാതെ എല്ലാവിധ ഫീച്ചേഴ്സിലും മുന്നിൽ നിൽക്കുന്ന ഒരു സെൽറ്റോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. ഇതാണ് ടോപ്പ് വ്യൂ വന്നേക്കാം. നല്ല നീറ്റായിട്ടേക്കും ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് വീലാർച്ചും എയർ കണ്ടീഷനിലേക്കാണ് പോകേണ്ടത്. വീലാർച്ചിലേക്ക് പോകാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇനി ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും ഒരു സ്ക്രാച്ചോട് എൻഡോ കാര്യങ്ങളും നമുക്ക് ബോണറ്റിലും കിട്ടുന്നില്ല. നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഫ്രണ്ട് പോർഷൻ നോക്കാം. ഗ്രില്ലൊക്കെ ആയാലും നീറ്റായിട്ടിരിക്കുന്ന ഗ്രില്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഫോഗലാന്നും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ലോവർ പോർഷൻ നോക്കാം. ഫോഗലാകുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് വീലാർച്ചിലേക്ക് വരാം. ഈ വീലാർച്ച് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർച്ചും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. പിന്നെ റൂഫ് നോക്കാം. റൂഫായാലും നല്ല നീറ്റായിട്ട് റൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു റൂഫും നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ചും ഓക്കെയാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ഇവിടെ ഡിഫോക്കസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഭാരത് 6ൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. ബമ്പേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ വീലാർച്ചിലേക്ക് വരാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. കീല സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്ത് ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ബോസിൻ്റെ സ്പീക്കേഴ്സ് വന്നുണ്ട്. ഇവിടെ നമുക്കിവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക, വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എയർ ബാഗ് സപ്പോർട്ട് ചെയ്യുന്ന ഡാഷ്ബോർഡ്, നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ് വെൻറ്റിലേഷൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. പാർക്ക് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 47,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ ഇതിൻ്റെ ഓടിയേക്കണം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണുന്നുണ്ട്. റിയറിൻ്റെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ആയാലും ഒക്കെ നല്ല വൃത്തി തന്നെ നീറ്റായിട്ടിരിക്കുന്നു. ബോസിൻ്റെ ഒരു ബാഡ്ജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് XTX+ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടിയാണ്, അതുകൂടി എടുത്ത് പറയണം. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം വണ്ടിയുടെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വായിക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ പാഡ്സ് നോക്കാം. നല്ല നീറ്റായിരിക്കും ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. ഇവിടെയും ബോസിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങൾ കാണാം. ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. റിയൽ AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെയും ഇവിടെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് അല്ല, പക്ഷേ വെൻറ്റിലേഷൻ തോന്നിക്കുന്ന രീതിയിലുള്ള അപ്പോൾസ്റ്ററി വന്നേക്കാം. ഇവിടെ നമുക്ക് എന്താ പറയുക, ഗ്ലാസ് ഫോൾഡറും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ലിഡ് ഒന്ന് അപ്പിയിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ റൂം. അത് നീറ്റായിട്ട് നിൽക്കുന്ന ഒരു എൻജിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ,
നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പേസ്റ്റിംഗ് നോക്കാം. പേസ്റ്റിംഗ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു പേസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ ആയാലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ് വന്നേക്കണേ. ക്യാമറ വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഭാഗത്ത് വിശദമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഉണ്ടോ, നീറ്റായിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ റൂം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്കിവിടെ ലിഡിലും ഇവിടെ ഇടുന്നില്ല. അപ്പോൾ ഇതിലേക്കായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് വേഗം ബൂട്ടിലും തന്നെ അവസ്ഥ അനുസരിച്ച് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നീറ്റാണ് വണ്ടി. നമുക്കിതിൻ്റെ സ്പെയർ വീൽ നോക്കിയേക്കാം. സ്പെയർ വീലായാലും അൺടച്ച്ഡ് സ്പെയർ വീലാണ് കണ്ടോ. അതുപോലെ സ്പെയർ വീൽ റൂമായാലും നല്ല നീറ്റായിട്ടിരിക്കും. സ്പെയർ വീൽ റൂമും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ പാർസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയർ പോർഷൻ. നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. കിയയുടെ സെൽറ്റോസ് XTX പ്ലസ് ടെക്നൈനിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്, ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വണ്ടി സെറ്റപ്പാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഇനി റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടന്നേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 2019 മോഡൽ കിയ സെൽറ്റോസ് XTS പ്ലസിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15,90,000 രൂപയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 24 lakhs വണ്ടിയുടെ വില നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് 15,90,000 സ്വന്തമാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ സെൽറ്റോസിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.